PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനം പണം കൈപ്പറ്റിയെന്ന UDF സർക്കാരിന്റെ വാദത്തിന് തിരിച്ചടി. മാർച്ച് മെയ് മാസങ്ങളിൽ ലഭിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. പദ്ധതിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. പണം ലഭിച്ചുവെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം എന്തടിസ്ഥാനത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് പണം വാങ്ങിയ മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ തെറ്റുമൂലം പദ്ധതി തുടരേണ്ട സാഹചര്യമുണ്ടായി എന്നായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പണം സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. മാർച്ചിലും മെയ്യിലും അനുവദിച്ച തുകയുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിലാണ് ഇതുള്ളത്. 2026 മാർച്ചിൽ കേന്ദ്രം 99.27 കോടി രൂപ സർക്കാരിന് നൽകി. 2026 മെയ് 20-ന് 106 കോടി രൂപ അനുവദിച്ചെങ്കിലും PM ശ്രീയിൽ സംശയം പ്രകടിപ്പിച്ച സർക്കാർ നീക്കം കാരണം ഈ തുക സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണ് ഇത്. അല്ലല്ല, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് തരേണ്ട മാൻഡറ്ററി ആയിട്ട് നൽകേണ്ട ഫണ്ടാണ്. ആ ഫണ്ട് നൽകിയില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്നുള്ള നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. കേരളത്തിന് PM ശ്രീ ഫണ്ട് ലഭിച്ചെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്നും എന്തടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. PM ശ്രീ ഒപ്പിടാത്തതിന്റെ ഭാഗമായി SSK ഫണ്ട് തടഞ്ഞുവെക്കുന്ന നിലയുണ്ടായി. ഇത് വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കുന്നതിനിടയാക്കിയ കാര്യമാണ്. LDF സർക്കാർ ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി ഒരു ധാരണാപത്രം ഒപ്പിട്ടു. പക്ഷേ ആ ധാരണാപത്രം അനുസരിച്ചുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടാനാണ് സർക്കാർ നീക്കം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിനുടൻ കത്തയക്കും. NEP നിർബന്ധമെന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് LDF തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.